ഇന്നത്തെ പരിപാടി തീപ്പെട്ടിക്കൂട് കൊണ്ടാ. സാധാരണ ഇങ്ങനെയുള്ള ഐറ്റംസ് എടുത്ത് കളയാറാ പതിവ്. പക്ഷെ ഇന്ന് എന്തോ എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു ഇത് വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ. മനസ്സ് പറഞ്ഞത് കേട്ടത് നന്നായി എന്ന് എനിക്ക് ലാസ്റ്റ് തോന്നിയേ. കാരണം അത്ര അടിപൊളിയായതിന്റെ ഫൈനൽ ലുക്ക്. ഈ തീപ്പെട്ടിക്കൂട് കൊണ്ട് നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇന്നൊരു അടിപൊളി ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ തീപ്പെട്ടിക്കൂടിനൊക്കെ പെയിന്റ് അടിച്ച് വെച്ചിട്ട് എനിക്ക് ഏറ്റവും പറ്റാത്ത പണിയിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്. ഒരു ലവ് വെട്ടിയെടുക്കുക. സാധാരണ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് ഒരിക്കലും കറക്റ്റ് ഷേപ്പിൽ ലവ് കിട്ടാറില്ല. എന്തോ ഭാഗ്യത്തിന് ഏകദേശമൊക്കെ ഒരു ലവിന്റെ ഷേപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ലവിന്റെ ഷേപ്പ് ഒരു ബ്ലാക്ക് കളറിലെ ഗ്ലിറ്റർ പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തു. ഈ സമയം കൊണ്ട് നമ്മൾ പെയിന്റ് അടിച്ച് ഉണങ്ങാൻ വെച്ചിരുന്ന നമ്മുടെ തീപ്പെട്ടിക്കൂടേ ഉണങ്ങി കുട്ടപ്പനായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഗ്ലിറ്റർ പേപ്പർ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അടുത്ത തീപ്പെട്ടിക്കൂടിൽ ഒരു സ്റ്റിക്ക് പെയിന്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കളയാൻ മാറ്റി വെച്ച നമ്മുടെ തീപ്പെട്ടിക്കൂടിന്റെ ഷേപ്പ് അടിമുടി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇയറിംഗ്സ്, മാല, അങ്ങനെയുള്ള കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗിഫ്റ്റ് ബോക്സ് ആയി. നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി അതിൽ സാധനം വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. ഇനി ഈ തീപ്പെട്ടിക്കൂട് എടുത്ത് കളയാൻ നേരത്ത് നിങ്ങൾ ഇത് ഓർക്കണം. എന്നിട്ട് ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് ഫ്രണ്ട്സിനെ ഞെട്ടിക്കണം. അപ്പൊ അത്രയ്ക്കുള്ളൂ. ടാറ്റാ.